തുണിയോ അതല്ല എങ്കിൽ നമ്മൾ ആ കോട്ടൻ്റെ നല്ല സഞ്ചി ഉണ്ടല്ലോ, കോട്ടൺ സഞ്ചി, അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. അതിന് ശേഷം ഇതേപോലെ പൊടിയിപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല മണമുള്ള കംഫർട്ടോ അതല്ലെങ്കിൽ ഷാമ്പൂ ഒഴിച്ചു കൊടുക്കാം. ഈ ഉപ്പ് പൊടിക്കകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ ഷാമ്പൂ ആകുമ്പോൾ നല്ല മണമാണ്. ഉപ്പിനകത്ത് ഒഴിക്കുമ്പം തന്നെ വീടിനകത്ത് ഫുള്ളായിട്ട് നല്ലൊരു മണം കിട്ടുന്നുണ്ട്. അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൽ ഷാമ്പൂ ഇല്ലെങ്കിൽ കംഫർട്ടാണെങ്കിലും മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒന്ന് കിഴി കെട്ടി കൊടുക്കാം. ഇതേപോലെ കിഴി കെട്ടിയിട്ട് നമ്മുടെ അടുക്കള ജനലിലോ അതല്ല എങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ ഭാഗത്തോ സിങ്കിൻ്റെ ഭാഗത്തോ റൂമിലോ, ഇപ്പോൾ റൂമൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു മണമാണിത്. ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ റൂം അടച്ചിട്ട് തുറന്ന് നോക്കുക, നല്ല മണം അതിനകത്ത് നിൽക്കും. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിപ്പം ഞാൻ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കെട്ടിയിടുന്നത്. കാരണം നമ്മൾ ഇറച്ചി പൊരിക്കുന്നതാണേലും മീൻ പൊരിക്കുന്നതാണേലും ആ ഒരു സ്മെല്ല് അടുക്കളയ്ക്കകത്ത് നിൽക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു മണമുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു സ്മെല്ല് വീട്ടിനകത്ത് നിൽക്കത്തേ ഇല്ല. അപ്പോൾ ഇത് നല്ല ഒരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു മണം കുറേ ദിവസം ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഉപ്പിനകത്ത് ഇതേപോലെ ഷാമ്പൂ ഒഴിച്ച് കിഴി കെട്ടി വെച്ച് നോക്കുക. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് സ്പ്രേ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതാണ്ട് ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗ്യാസ് അടുപ്പിൽ ചെയ്താൽ തന്നെയും പൊരിക്കുകയും വറുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്.